ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ പെരുന്നാൾ എൻ്റെ ഈദ് വ്ലോഗ് ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് ചെന്ന് കാണുക. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ പെരുന്നാളിൻ്റെ വെക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറവാണ്. ദുബായിൽ 2-3 ദിവസമേ ഈ പ്രാവശ്യം പെരുന്നാളിൻ്റെ അവധി ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ഒന്ന് ഔട്ടിങ് പോവുകയാണ്, ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് റാസൽ ഖൈമയിലെ ഷൗക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ ഷൗക്ക ഡാമും പാർക്ക് അങ്ങനെ കുറേ മനോഹരമായിട്ടുള്ള കുറേ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ കുറച്ച് ഫുഡ് അടി പരിപാടികളും. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകാനായിട്ട് ഞാൻ റെഡിയായി, മക്കളെയും റെഡിയാക്കി. അപ്പോൾ ഇക്ക ഗ്രൗണ്ടിൽ നിന്ന് വണ്ടി എടുത്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇക്കാക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ടൈം എന്ന് പറയുന്നത് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ്. നല്ല വെയിലാണ്. ഇപ്പോൾ ദുബായിൽ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഈ ഒരു ക്ലൈമറ്റിനൊരു ചേഞ്ച് വരും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവലുണ്ട്, യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആ സ്പോട്ടിൽ എത്തുമ്പോൾ ഈ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ വണ്ടിയിലൊക്കെ കയറി. ഇതെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ദുബായ് വൈറൽ ചോക്ലേറ്റ് കുനാഫയുടെ മിനി പാക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് കണ്ടപ്പോഴത്തേനും നല്ല ക്യൂട്ടായിട്ട് തോന്നി. അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതാണ്. നമ്മുടെ ആ ഒരു പിസ്ത കുനാഫ ആണ് ഉള്ളിൽ, പുറമെ ചോക്ലേറ്റുമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട്, ഉള്ളിൽ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു അടിപൊളി സാധനം. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ റാസൽ ഖൈമയിലേക്കാണ് പോകുന്നത്. റാസൽ ഖൈമയിൽ ഇപ്പോൾ ക്ലൈമറ്റ് ഭയങ്കര ഡ്രൈ ആണ്, നല്ല ചൂടും കാര്യങ്ങളൊക്കെ കാരണം ആ ഡാമിൻ്റെ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. വളരെ ഡ്രൈ ആയിട്ട് ഒരു വരണ്ട ഭൂമിയായിട്ട് കിടക്കുകയാണ്. പക്ഷേ ഒരു കുറച്ച് മുന്നേ നമ്മുടെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു സെയിം സ്പോട്ടിൽ റാസൽ ഖൈമയിലെ ഷൗക്ക ഡാമിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡെസേർട്ട് ഗ്രൂപ്പ് റെഡ് ഫോക്സിൻ്റെ ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇതിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു ഷേപ്പിൽ നമുക്ക് ഈ ഷൗക്ക ഡാം കാണാൻ പറ്റി. കംപ്ലീറ്റ് വെള്ളമൊക്കെ ആയിട്ട്, വാട്ടർ ഫ്ലോയിങ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇന്ന് ചൂട് ക്ലൈമറ്റ് കാരണം വേറെ ഒരു ബ്യൂട്ടി, വേറൊരു രീതിയിലാണ് നമ്മളിന്ന് ഷൗക്ക ഡാമിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ അവിടെ ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മൾ ട്രാവൽ 1.5-2 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തു. അപ്പോൾ ട്രാവലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം നമ്മുടെ സ്പോട്ടിൽ എത്താറായി. അപ്പോൾ നമ്മുടെ കസിൻസും അതുപോലെ തന്നെ ഫ്രണ്ട്സും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളാണ് കുറച്ച് റിലാക്സ് ചെയ്ത് പയ്യെ വിട്ട് വന്നത്. ബാക്കി എല്ലാവരും ഇപ്പോൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിചാരിച്ചതുപോലെ സ്പോട്ടിലെത്തിയപ്പോൾ ചൂടോ ക്ലൈമറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈവനിങ് ആയപ്പോഴത്തേനും നല്ല കാറ്റും തണുപ്പും, വളരെ നല്ല എൻജോയ് ചെയ്ത, നല്ല ആസ്വദിച്ച ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെ ആയിരുന്നു. നമ്മൾ ഏകദേശം സ്പോട്ടിൽ എത്തുകയാണ്. പിന്നെ നമ്മുടെ രാത്രിയത്തെ ഡിന്നർ പരിപാടി, നമ്മൾ റെസ്റ്റോറൻറ്റ് ഡിന്നറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡിന്നർ പരിപാടി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാർക്കിലൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് ജ്യൂസും ചായയും കോഫിയും ഫ്രൂട്ട്സും സ്നാക്സും എല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വട്ടം കൂടി ഇരുന്ന് റിലാക്സ് ചെയ്ത് പുറത്തിരുന്ന് ഒരു ചൂട് ചായ കുടിക്കുക, സ്നാക്സ് കഴിക്കുക, വല്ലതും കഴിക്കുക. അതും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ മക്കൾക്ക് നമ്മൾ പാർക്കിൽ തന്നെ ആയിരിക്കും ഈവനിങ് രാത്രി ഇരിക്കുക. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഇതൊക്കെ പോകുന്ന വഴിയിൽ മനോഹരമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസാണ്.
അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഷോർട്സായിട്ട് എടുത്തതാണ്. അപ്പോൾ ചൂടൊക്കെ കമ്പാരിറ്റീവ്ലി ഉച്ചയ്ക്കത്തെ ഒരു 4 മണിയുടെ വെച്ച് നോക്കുമ്പോൾ ഒരു 5-5:30 മണി 6 മണിയായപ്പോൾ ചൂടൊക്കെ വളരെ ടെമ്പറേച്ചർ കുറഞ്ഞ് വരികയാണ്. നമുക്ക് പുറത്തിറങ്ങി റിലാക്സ് ചെയ്യാൻ പറ്റുന്ന പുറത്തെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോകാത്തവർ, ദുബായിലുള്ളവർ അല്ലെങ്കിൽ UAEയിലുള്ളവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് നമ്മുടെ റാസൽ ഖൈമയിലെ ഷൗക്ക ഡാം എന്ന് പറയുന്നത്. ഷൗക്ക ഡാം എന്ന ലൊക്കേഷൻ വെച്ചെങ്കിൽ നമുക്ക് ഈ സ്പോട്ടിലെത്താം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇതൊക്കെ ആ ഷൗക്ക ഡാമിൻ്റെ പോർഷൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു മഴയും വെള്ളമൊക്കെ ഉള്ള ഒരു ടൈമിൽ ഇവിടെ ഫുൾ ഓഫ് വാട്ടറാണ്. ഇപ്പോൾ വളരെ വേറൊരു ബ്യൂട്ടിയാണ്. അപ്പം കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നപ്പോൾ, നെക്സ്റ്റ് ഇയർ നമ്മളിവിടെ വന്നപ്പോൾ ഫുള്ള് വെള്ളമായിരുന്നു. നമ്മൾ വെള്ളത്തിലൂടെയാണ് ഇവിടെയൊക്കെ നടന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കണ്ടപ്പോഴത്തേനും ഭയങ്കര ഒരു മാറ്റമാണ്. എങ്കിലും അങ്ങനെയും എൻജോയ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയും എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലൈമറ്റ് ചൂടും വെയിലും ഒക്കെ മാറിയതുകൊണ്ട് ആളുകൾ ഗ്രില്ല് അതുപോലെ തന്നെ ടെൻറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ എൻജോയ് ചെയ്യൽ, കുക്കിങ്, ഫുഡടിക്കൽ, വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് ഫുഡുമായിട്ട് വന്ന് ഇരുന്ന് കഴിക്കൽ, അവിടെ തന്നെ ഇരുന്ന് കുക്ക് ചെയ്ത് കഴിക്കൽ, അങ്ങനെ ഒരുപാട്. പിന്നെ നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ കൊച്ചു കടകൾ, ടീ ഷോപ്സ്, അതുപോലെ തന്നെ നമ്മുടെ സ്നാക്സ് ഷോപ്പുകൾ, ജ്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇതിൽ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അറബിക് സ്നാക്കാണ് ലുക്കീമത്ത് എന്ന് പറഞ്ഞിട്ട്. അത് ലൈവായിട്ട് ഇവിടെ പൊരിച്ച് തരുന്നുണ്ട്. ഒരുപാട് സ്റ്റാളുകളിൽ അത് ലൈവായിട്ട് പൊരിച്ച് തരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ലേഡീസൊക്കെ ഇവിടെ താഴെ ഇരിക്കുന്നു, ആണുങ്ങളൊക്കെ മുകളിലാണ്. അപ്പോൾ എന്നെയും മക്കളെയും ഇവരുടെ കൂടെ വിടാനായിട്ട് താഴെ വരെ വന്നതാണ്. അതിനുശേഷം നമ്മൾ അവിടെ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. എന്നുവെച്ചാൽ മുകളിലേക്ക് കയറുകയെന്ന് പറഞ്ഞാൽ മുകളിൽ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വിശേഷങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ കൊച്ചു സ്റ്റാളുകളും അതുപോലെ തന്നെ ലൈവായിട്ട് ലുക്കീമത്ത് പ്രിപ്പറേഷനും നമ്മുടെ പാർക്കും ഒക്കെ കുറച്ച് മുകളിലാണ്. അപ്പോൾ നമ്മൾ പയ്യെ മക്കളെയും എല്ലാവരുമായിട്ട് നമ്മൾ പതിയെ നടന്ന് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഈ ഒരു ടൈമിൽ പാറക്കെട്ടുകളുടെ മുകളിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല കാറ്റും നല്ല തണുപ്പും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ സമയം കുറച്ച് ഇരുട്ടുന്നത് കൊണ്ട് ഈ ഒരു ഷൗക്ക ഡാമിൻ്റെ ഈ താഴത്തെ ഏരിയയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറി പോവുകയാണ്. കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിക്കാൻ തുടങ്ങി. ടൈം എന്ന് പറയുന്നത് ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി നിൽക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഇവിടെ ലൈവായിട്ട് ലുക്കീമത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അറബിക് സ്നാക്കാണ്. നാട്ടിൽ പക്ഷേ ലുക്കീമത്ത് അത്ര പോപ്പുലറായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുനാഫയുടെ ഒപ്പം തന്നെ ഇവിടെ കുനാഫയുടെ ഒപ്പം തന്നെയുള്ള ഒരു അറബിക് സ്നാക്കാണ് ലുക്കീമത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലുക്കീമത്ത് മേപ്പിൾ സിറപ്പൊക്കെ ഒഴിച്ച് അവരിപ്പം തരും. അവർ സെർവ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈവായിട്ട് ലുക്കീമത്ത് പൊരിച്ച് ഉരുട്ടി എണ്ണയിലേക്ക് ഇടുകയാണ്. നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടല്ലോ, ഉണ്ണിയപ്പത്തിൻ്റെ ലുക്കും കാര്യങ്ങളുമാണ്, പക്ഷേ ബാറ്റർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ലൈവായിട്ട് അപ്പോൾ ആളുകളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചെറിയ ബോക്സ് ലുക്കീമത്തിന് 20 ദിറംസും, അതുപോലെ തന്നെ വലിയ ബോക്സ് ലുക്കീമത്തിന് 20 ദിറംസും, ചെറിയ ബോക്സ് ലുക്കീമത്തിന് 15 ദിറംസും ആണ്. അപ്പോൾ നമ്മളൊരു വലിയ ബോക്സ് വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പും മേപ്പിൾ സിറപ്പും കൂടെ സ്പ്രെഡ് ചെയ്യും. പിന്നെ വൈറ്റ് എള്ളും കൂടെ ഇട്ടിട്ട് അവർ നമ്മുടെ സ്റ്റിക്ക് വെച്ച് തരും. അത് വെച്ചിട്ട് നമ്മൾ കഴിക്കും. ചൂടോടെ കഴിക്കുമ്പോൾ ആ മേപ്പിൾ സിറപ്പിലൊക്കെ മുക്കിയിട്ട് ഇത് ചൂടോടെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. ഈ ഒരു സംഭവം ഈ ലൈവായിട്ട് ലുക്കീമത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഗ്ലോബൽ വില്ലേജിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റി
20 ദിറംസിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇത്രയും ക്വാണ്ടിറ്റി ഒന്നുമില്ല. പക്ഷേ ഇവിടെ 20 ദിറംസിന് അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും കഴിച്ചിട്ടും ബാക്കി വരുന്ന രീതിയിൽ അത്രയും പോർഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ അവർ മേപ്പിൾ സിറപ്പും ഷുഗർ സിറപ്പും വെള്ള എള്ളും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് അവർ തന്നിട്ടുണ്ട്. പുറമേ നമ്മൾ ഒരുപാട് സിറപ്പ് വാരിക്കോരി ഒഴിപ്പിക്കുന്നില്ല. ആവശ്യത്തിന് സിറപ്പ് ഒഴിച്ചതിന് ശേഷം അതിൽ ഡിപ്പ് ചെയ്തിട്ട് നല്ല ചൂടോട് കൂടിയിട്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ പാർക്കിൽ മുകളിലുണ്ട്, എല്ലാവരും ഇരിക്കുകയാണ്. അപ്പം ഞാനും ഇക്കായും ഈ ലുക്കിമത്തും വാങ്ങിച്ചുകൊണ്ട് മുകളിലേക്ക് പോന്നു. അപ്പം ഞാൻ നടക്കുന്ന വഴിയിൽ അത് കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. നല്ല രസമാണ്, ചൂടോട് കൂടിയിട്ട് അത് കഴിക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ്. മുകളിൽ നമ്മൾ പാർക്കിലെത്തി. അപ്പോൾ ഏകദേശം ടൈം എന്ന് പറയുന്നത് ഒരു 7 മണിക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പാർക്കിലെ ഒരുപാട് വിശേഷങ്ങളൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഗ്രീൻ ലോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഓടിച്ചാടി നടക്കുകയാണ്. പിന്നെ നമ്മൾ ചായയും കാപ്പിയും സ്നാക്സും എല്ലാം കഴിച്ചു. കുറേ നേരം റിലാക്സ് ചെയ്തിരുന്നു. അതിനുശേഷം നമുക്ക് വിശന്നു. നമ്മൾ ഏകദേശം ഒരു 10-11 മണിയായപ്പോൾ ഷാർജയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷാർജയിൽ ഒരു ചോറൊക്കെ കിട്ടുന്ന ഒരു കടയിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് റൈസ് ആയിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ കുടുക്കയിലെ ചോറ്, ഇത് ചമ്മന്തി ചോറ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ചമ്മന്തി ചോറായിരുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ചമ്മന്തി ഇട്ട് മിക്സ് ചെയ്ത ചോറും മുട്ട പൊരിച്ചതും അച്ചാറ് തൈര് പപ്പടം ഒക്കെ ചേർന്നിട്ടുള്ള ചമ്മന്തി ചോറ്. നമ്മൾ ഓരോ ഐറ്റംസ് ഓർഡർ ചെയ്താലും എല്ലാ റൈസുകളും മിക്സ് ചെയ്താണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ഞാൻ പ്ലെയിൻ റൈസ് കഴിച്ചു, ചമ്മന്തി ചോറ് കഴിച്ചു, അതുപോലെ തന്നെ ബീഫ് ഇറച്ചിച്ചോറ് കഴിച്ചു. അങ്ങനെ എല്ലാം നമ്മൾ വാങ്ങിച്ചതെല്ലാം ഷെയർ ചെയ്താണ് കഴിച്ചത്. വളരെ ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ചമ്മന്തിച്ചോറിൽ പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു സ്വീറ്റ് ആൻഡ് സ്പൈസ് കോമ്പിനേഷനാണ് എപ്പോഴും ഇഷ്ടം. അപ്പം നമ്മുടെ ചമ്മന്തിച്ചോറിൻ്റെ ചില്ലിക്ക്, അതായത് മുളക് പൊടിക്കാണോ വറ്റൽമുളകിലാണോ എന്നറിയത്തില്ല, കുറച്ച് സ്പൈസി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാടങ്ങ് ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിന് പകരം ഞാൻ പ്ലെയിൻ റൈസും അതുപോലെ തന്നെ ഇറച്ചിച്ചോറും ഒക്കെ കുറച്ച് കഴിച്ചു. ചമ്മന്തിച്ചോറ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും, ബാക്കി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്പൈസ് ലവേഴ്സിനൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ അത്ര വലിയ സ്പൈസ് ലവർ അല്ല. അപ്പോൾ എനിക്ക് വേണ്ട ചമ്മന്തിച്ചോറും തൈരും ചിക്കൻ ഫ്രൈയും മുട്ട പൊരിച്ചതും പപ്പടവും അച്ചാറും ഒക്കെ ചേർത്തിട്ട് നമ്മുടെ ഡിന്നർ ഒരു പിടിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ബീഫ് ഇറച്ചിച്ചോറ്. അങ്ങനെ എല്ലാം കുറച്ച് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു ട്രാവൽ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഓരോരോ സ്പോട്ടിലേക്ക്, അതായത് അവനവൻ്റെ വീട്ടിലേക്ക് നമ്മൾ പിരിയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നമ്മളിത് നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അടുത്ത ദിവസം ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.